എന്താടാ പറ്റിയേ? ചേട്ടാ, യേശപ്പൻ നമുക്കൊന്നും തരുന്നില്ല, മറ്റുള്ളവർക്ക് വാരി കോരി കൊടുക്കുക. അത് നമുക്ക് രക്ഷ തന്നിട്ടുണ്ടല്ലോ. അതെ, വലിയ രക്ഷ. അത് വെച്ച് ഞാൻ എന്ത് ചെയ്യാൻ? അത് വെച്ച് ഞാൻ എന്ത് ചെയ്യാനെന്നോ? ഓക്കേടാ, നീ പറഞ്ഞതുപോലെ യേശപ്പൻ മറ്റുള്ളവർക്ക് നിറയെ കൊടുക്കുന്നുണ്ട്. എന്നാൽ നിനക്ക് തന്നെ അറിയാം, രക്ഷ ആരുടെ അടുത്തുണ്ടോ അവർ സ്വർഗത്തിൽ പോകും, രക്ഷയില്ലാത്തവരോ നരകത്തിലേക്ക് പോകും എന്ന് നിനക്ക് തന്നെ അറിയാലോ. പുറത്തുള്ളവരുടെ അടുത്ത് രക്ഷയില്ല, എന്നാൽ നമ്മുടെ കയ്യിൽ രക്ഷയുണ്ട്. അവനെന്താ, അവൻ്റെ അടുത്തുള്ള സ്വത്ത്, കാറ്, ബംഗ്ലാവൊക്കെ വെച്ച് കൂടിപ്പോയാൽ ഒരു 80 വർഷം വരെ സന്തോഷമായിരിക്കും. എന്നാൽ നമ്മൾ അങ്ങനെയാണോ? മരിച്ചു കഴിഞ്ഞാലും നമുക്കൊരു ജീവിതമുണ്ട്. സ്വർഗത്തിൽ ദൈവത്തിന് കൂടെ 1000 വർഷത്തിനു മേലെ സന്തോഷമായിരിക്കാം. നീ തന്നെ പറ, നമ്മുടെ അടുത്ത് സൗന്ദര്യമുണ്ടോ? നമ്മുടെ അടുത്ത് പണമുണ്ടോ? എന്നാൽ മറ്റുള്ളവരുടെ അടുത്ത് എത്രയോ പണമുണ്ട്, എത്രയോ അറിവുണ്ട്, എത്രയോ സൗന്ദര്യമുണ്ട്. എന്നാൽ അവർക്ക് ആർക്കും കിട്ടാത്ത രക്ഷയാണ് യേശപ്പൻ നമുക്ക് തന്നത്. ഇപ്പൊ നീ തന്നെ പറ, നമ്മളടുത്തുള്ള രക്ഷയാണോ വലുത്, മറ്റുള്ളവരുടെ അടുത്തുള്ള കാറ്, ബംഗ്ലാവ്, സ്വത്താണോ വലുത്? സോറി ചേട്ടാ, നമ്മളെ കയ്യിലുള്ള രക്ഷയാണ് വലുത്. എടാ, സോറി എൻ്റെ അടുത്ത് പറയണ്ട. നമുക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് യേശുവിനെ പറ്റി നീ പറഞ്ഞില്ലേ? ആ യേശുപ്പനോട് പറ. കാരണം അദ്ദേഹം നമുക്ക് വേണ്ടി മനുഷ്യാവതാരമെടുത്ത് മനുഷ്യ ഉണർവോടെ ഈ ഭൂമിയിൽ വന്ന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയും നമ്മൾ ചെയ്യാൻ പോകുന്ന പാപങ്ങൾക്ക് വേണ്ടിയും മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ജീവനോടെ എഴുന്നേറ്റത്. അദ്ദേഹത്തിന് വേദനിച്ചിരിക്കും നീ പറഞ്ഞ കാര്യങ്ങൾ. അതേട്ടാ, ഞാൻ ഇപ്പോഴും ആ കാര്യം മനസ്സിലാക്കും.